അജിത്തേട്ടന ഡൗട്ട് ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാളെ പുതിയ വീഡിയോയിൽ കിട്ടാം. അപ്പോൾ നമ്മൾ ഇന്നലെ കൊച്ചിയിലെത്തിയ വീഡിയോ കണ്ടേ. ഇന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി പിന്നെ മട്ടാഞ്ചേരി ഒക്കെ കവർ ചെയ്യണമെന്നുണ്ട്. ഭയങ്കര മഴ കേട്ടോ പുറത്ത്. നോക്കി നോക്കാം, മാക്സിമം പോകാൻ പറ്റുമോ നോക്കാം. ഇന്ന് കൊച്ചിയിൽ ഹോൾട്ട് ചെയ്ത് തന്നെ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. അവിടെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, പിന്നെ കുറച്ച് ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. അതാ നമ്മുടെ ഒരു ഡോർമെട്രി കേട്ടോ. അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള സംഭവം പറഞ്ഞുതരാം. നമ്മൾ ബാഗെല്ലാം പേക്കാക്കി. ഇപ്പൊ ഏകദേശം ഒരു 10-10:30 ആയി. നമ്മള് നേരെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയത്. ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നില്ല ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഹായ് ബ്രോ. ഹായ്, നമസ്കാരം. ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോ. സ്ഥാപനമാണല്ലേ? ഒരു മിനിറ്റ്. അപ്പോ ഒരു സ്ഥാപനമാണ് മനസ്സിലായില്ല. അപ്പോ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കേട്ടോ. അതൊരു വെറൈറ്റി സംഭവത്തിന്. അത് എന്താന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ സംഭവം എന്നുള്ളത്. ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ കറക്റ്റ് പറഞ്ഞുതരും എന്താ സംഭവം എവിടെയാന്നുള്ളതൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ബ്രോ പറഞ്ഞോ. നമ്മളിപ്പോ എന്ത് കാര്യം നീന്തം പഠിക്കണമെങ്കിൽ നീന്തി പഠിക്കണം, കരയുന്നത് കാര്യമില്ല. അപ്പോ അത്തരത്തില് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചിട്ട് പഠിക്കണം. അപ്പൊ അതിന് നമ്മുടെ നാട്ടിലെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ 7 ദിവസം താമസിച്ച് പഠിക്കലാണ്. ഇവിടെ തന്നെ താമസിച്ചു. അത് അപ്പൊ അതാണ് നമ്മൾ ഡോർമെട്രി കണ്ടില്ലേ, അതാണ് നമ്മൾ താമസിച്ചിട്ട്. ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് താമസിക്കേണ്ട സ്ഥലം എ സിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. നമ്മൾ എ സിയിലിട്ട് നല്ല സുഖമായിട്ട് കിടന്നു തുടങ്ങി. അത് എനിക്ക് ലേറ്റാ. ഇനി ബാക്കി കേൾക്കുന്ന സംഭവം. അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം വെച്ചാല്, ഇപ്പൊ ഇവിടെ 7 ദിവസം നിൽക്കുമ്പോൾ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് രാത്രി 10 മണി വരെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയോൺമെന്റ് ജീവിച്ച് ഉപയോഗിച്ച് പഠിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഇംഗ്ലീഷ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് ലാംഗ്വേജ് പഠിക്കും. അങ്ങനെ ഒരു ഉപയോഗിച്ച് പഠിക്കുന്നതാണ്. മൊത്തത്തിൽ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും. അപ്പോൾ കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് മറ്റൊരു പ്രശ്നം വെച്ചാൽ അത് ഉപയോഗിച്ച് പഠിക്കാനുള്ള അവസരമില്ല. നമ്മൾ ഈ വാട്സപ്പിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറയുന്നില്ലേ, അതും ഇതായിട്ട് എന്താ കാണുന്ന ആൾക്കാർക്ക് വ്യത്യാസം എന്താ ഇല്ല? നിങ്ങൾ ഇത് എന്ന് വെച്ചാല് ഇത് ഉപയോഗിച്ച് പഠിക്കലാണ്. വാട്സപ്പിൽ ഒരു അങ്ങോട്ട് മെസ്സേജ് ഇങ്ങോട്ട് മെസ്സേജ്, അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇവിടെ നമുക്ക് കോണ്ടെക്സ്റ്റലൈസ്ഡ് ലാംഗ്വേജ് വേണം. അപ്പോ അങ്ങനെയുള്ള ഒരു ഇതാണ്. എത്ര പേർക്ക് ഇവിടെ നമുക്ക് ഒരു ബാച്ച് നമുക്ക് 15 പേരൊക്കെ എടുക്കുള്ളൂ. 15 പേരല്ലേ? അപ്പൊ എല്ലാവരും നമുക്ക് എല്ലാവരും ഈക്വലി കെയർ ചെയ്യാൻ പറ്റുമല്ലോ. ഇതിന്റെ ഹൈലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് TPR എന്ന് പറയും, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. എന്ന് വെച്ചാൽ ടേക്ക് എന്നുള്ള വാക്ക് പഠിക്കുന്നത് എടുക്കുന്ന ആക്ഷൻ കാണിച്ചു വിത്ത് ആക്ഷൻ അല്ലേ? അപ്പൊ എല്ലാം നമ്മൾ അനുഭവിച്ച് ചെയ്ത് പഠിക്കുന്നതാണ്. ഇതൊരു കേരളത്തിൽ എവിടെ ഇല്ലാത്തൊരു മെത്തേഡ്, പുതിയൊരു മെത്തേഡ് അല്ലേ? പുതിയൊരു സംഭവട്ടെ. പുള്ളിനെ എനിക്ക് നിങ്ങൾ പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്. പുള്ളിനെ എനിക്ക് ഫേസ്ബുക്ക് വഴിയെ പരിചയം. അപ്പോൾ ഞാനിങ്ങനെ ഓൾ കേരള റൈഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എറണാകുളം വരുമ്പോൾ വിളിക്കും, നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റേ ചെയ്തത്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ തോന്നി. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇനി വേറെ നമുക്ക് IELTS ഉണ്ട്, 2 ആഴ്ച താമസിക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ 7 ദിവസമാണ്. പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സുകളുണ്ട്. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ലൈവ് വീഡിയോ ക്ലാസ് ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് ലൈവ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, IELTS ഉണ്ട്. ഇത്രയും കോഴ്സുകളുള്ളത്. നമ്മൾ 3 വർഷമായി. ഇപ്പോൾ 3 വർഷം അല്ലേ? ഓക്കെ, ഇവര് 3 വർഷമായിട്ട് ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട്. ഇത് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ലുലുമാളിലെ തൊട്ടടുത്ത് ഏകദേശം മെട്രോ പില്ലർ 366 മെട്രോ ഇടപ്പള്ളി 366 മെട്രോ പില്ലർ. ബ്രിഡ്ജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ BRETS എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ്. ഇഫക്റ്റീവ് ആണ്. ഞാനിപ്പോ നിലവിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ റിസോഴ്സ് പേഴ്സൺ ആണ്. ലാംഗ്വേജ് സത്യം പറഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് വളരെ പാഷനായിട്ട് ചെയ്യുന്നതാണ്. 14 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചോണ്ടിരിക്കുക, 20 വർഷമായിട്ട് പഠിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൾക്ക് തെറ്റില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ സംഭവം. അതാണ് സംഭവം. പിന്നെ ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ഇവരെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം ഐഡിയും പിന്നെ ചാനലുണ്ട് അല്ലേ? ഒരു ചാനലുണ്ട് യൂട്യൂബ്. അതും പിന്നെ ഇവരുടെ കോൺടാക്ട് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ബിഗിനിങ് ആട്ടോ, ഒരു സ്റ്റാർട്ടപ്പ് ആട്ടോ സംഭവം. ഓക്കെ, നമ്മൾ വരുമ്പോൾ ക്ലാസ് റൂം കാണിച്ചിരുന്നില്ല. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ മാസവും പിള്ളേർ വരാറുണ്ട്. എല്ലാ മാസം 2 ബാച്ച് ഉണ്ടാവും. 2 ബാച്ച് ഉണ്ടാവും. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ദിവസം ഓൺലൈനായിട്ട് അവർക്ക് ഫോളോ പ്രാക്ടീസ് കൊടുക്കും. 7 ദിവസം കൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റിയതിനു ശേഷം പിന്നെ അവർക്ക് ബോയ്സിനും ഗേൾസിനും നമ്മൾ സെപ്പറേറ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബാച്ചും
അപ്പൊ അങ്ങനെ സംഭവം ഇങ്ങനെ വന്നാൽ നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒന്നുണ്ട് ഡോർമെറ്ററി, ഇവിടെ ഗേൾസിനാണ്. പിന്നെ ഇവിടെ മൊത്തം ലോക്കാട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോയ്സിന് അതിന്റെ അകത്താട്ടാ. അപ്പൊ ഗേൾസിനും ബോയ്സിനും വരുന്ന കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ട് അല്ലേ. ഇനി ഒരു നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ വന്നപ്പോ. ഇതാ ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ട് നല്ലൊരു സൈലന്റ് ഏരിയ കേട്ടാ. ഗ്രൗണ്ട് ഫ്ലോർ തന്നെ കേട്ടോ, താഴെ തന്നെയാണ്. നമ്മുടെ സൈക്കിളില്ലേ, സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മഴ കണ്ട നല്ല ഹെവി റെയിൻ ആട്ടാ, ഹെവി റെയിൻ ആയില്ല. പിന്നെ ഇതാട്ടെ ഇവിടെ പുറത്തുനിന്നുള്ള വ്യൂ ഇതാ, ആഷിക്കത അവിടെ നിൽക്കുന്നുണ്ട്. നല്ല മഴയാണ് അങ്ങനെ സംഭവം. അപ്പൊ നമ്മൾ മഴ തോർന്നിട്ട് ഇവിടുന്ന് ഒന്ന് ഇറങ്ങാട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടാ. കൊച്ചിയിലുണ്ട്, കൊച്ചി ഇപ്പൊ എടപ്പള്ളി കഴിഞ്ഞ് നല്ല ബ്ലോക്ക് ആട്ടാ. ഇപ്പൊ ഭയങ്കര തിരക്കായിരുന്നു, അതാ വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പൊ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരെ നമ്മൾ കലൂരേക്കാണ് പോകുന്നത് കേട്ടോ. കലൂർ 2 നാൾ കാണാനുണ്ട്. പിന്നെ നമ്മള് സൈക്കിളും സർവീസ് ചെയ്യണം, അത് കലൂരേക്കാണ് പോകുന്നത്. ഇതാ നല്ല റഷിങ് ടൈം ആട്ടോ, രാവിലെ തന്നെ നല്ല മഴ നല്ല പെയ്യുന്നുണ്ട്. നമ്മൾ പില്ലോന്റെ താഴെ കൂടി നൈസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏകദേശം അവിടെ എത്തിയിട്ട് കാണാം. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ കലൂർ കടവന്ത റോഡിലുണ്ട്. ഇവിടെ ബൈപ്പേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് സർവീസ് സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഷോപ്പും സർവീസ് സെന്ററും കൂടെ ആയിട്ട് നമ്മുടെ ഷിന്നാജ് എന്ന ഇവിടെ ഓണറിന്റെ പേര് പരിചയപ്പെടാം. നമ്മുടെ ബൈക്കിന് ചെറിയൊരു പണി ഉണ്ടായിരുന്നു, ഒന്നുമില്ല, ഡിസ്കിന്റെ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു, അത് ശരിയാക്കി. പിന്നെ ചെയിൻ ലൂബൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇതാട്ടോ ഷോപ്പിന്റെ എൻട്രൻസ് ഇങ്ങനെ തന്നെ വരുന്നത്. ഇതെല്ലാം നല്ല അടിപൊളി ഒരു സാധനങ്ങൾ. എൻ്റെ റാലിയുടെ മെയിൻ ഇവർ ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് പറഞ്ഞേട്ടാണ്. റാലി ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, പിന്നെ റോഡ് ബൈക്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. റാലിയാന്ന് തോന്നട്ടോ മെയിൻ. ഓക്കെ, ഇവിടെ മൊത്തം കാണുന്നത് MTB റാലിയുടെ സൈക്കിൾസ് ഉണ്ട്. ഇവിടെ ജയന്റിൻ്റെ ഉണ്ട് കേട്ടോ, റോഡ് ബൈക്ക്. ഓക്കെ, ഇവിടെ ആഷിക്കിൻ്റെത് അവിടുന്ന് സർവീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് പോയി നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാരടാ ബാക്കിൽ ആരാ വന്നിട്ട് പിടിച്ചിട്ടുണ്ട്, ആരാ പിടിച്ചില്ല. അജിത്ത് നോക്കട്ടെ, അജിത്തേട്ടനാ ഡൗട്ട് ഉണ്ട്. ആരാ ഇതൊരു പിടുത്തില്ലല്ലോ. നമുക്ക് എന്തായിട്ട് വ്ളോഗ് ചെയ്യാം, വിടുന്നുണ്ട്. അപ്പോൾ വിടട്ടെ. ഓക്കെ, ഇവിടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ബാഗിൽ പിടിച്ചത് വേറെ നമ്മുടെ അഭിനവ് ബ്രോട്ടാ, സെലിബ്രിറ്റി ആണ്. ഇത് പരസ്യങ്ങളിൽ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ ട്രാൻസിൽ ഉണ്ടായിരുന്നു, അപ്രതീക്ഷിതമായിട്ട് ഇവിടുന്ന് കണ്ടട്ടോ. എന്തുണ്ട് ബ്രോ, എന്താ ഇവിടെ പരിപാടി? ഒരു കുഴപ്പമില്ല, ഞാൻ എന്റെ സൈക്കിൾ ഇവിടെ സർവീസിംഗ് കൊടുത്തായിരുന്നു. ഏതാ സാധനം, ഹൈബ്രിഡ് ആണോ, MTB ആണോ, റോഡ് ബൈക്ക്? MTB. ഓക്കെ, പുള്ളി വലിയ പുള്ളി ആട്ടാ. ഞാൻ ഇവന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ താടി മാത്രം സൈഡിൽ നിന്ന് കണ്ടു, അപ്പൊ മനസ്സിലായി. നടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, കാണാം. പിന്നെ അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മള് ഇവിടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഷിക്കിന്റെ വണ്ടി ഇവിടുന്ന് സർവീസ് ചെയ്യുന്നുണ്ട്, ട്രിനിക്സിന്റെ. പിന്നെ എന്തായി, സെറ്റായോ? ബ്രേക്കിനും ചെറിയ കംപ്ലൈന്റ് അതൊക്കെ ഉണ്ട്. എല്ലാം മൊത്തം ഇവിടുന്ന് സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രോന്റെ പേരെന്താ ബ്രോ? പേരാണോ? ജോം റോസ് അല്ലേ? ഓക്കെ, ബ്രോ നമ്മളെ സർവീസ് ചെയ്യുന്നത്. പിന്നെ ഷിന്നാജിക്ക അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നല്ല അടിപൊളി സർവീസ് കേട്ടോ, നല്ല അടിപൊളി ഷോപ്പ്, നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളും, നല്ല അടിപൊളി വണ്ടികളുണ്ട്, നല്ല സർവീസാണ്, നല്ല ബിഹേവിയർ, മൊത്തം അടിപൊളി കേട്ടോ. നമ്മളവിടുന്ന് രാവിലെ ഇറങ്ങിയിട്ട് മൊത്തം പണിയായിരുന്നു കേട്ടോ. മൊത്തം പണിയെന്ന് വെച്ചാൽ സൈക്കിൾ സർവീസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആഷിക്കിന്റെ സൈക്കിളിന്റെ ഈ ഫ്രണ്ടത്തെ സാധനമെല്ലാം മാറ്റിയിട്ട് ഷിഫ്റ്റർ മാറ്റി. ഇതിപ്പം ഇതിന്റെ അപ്പുറത്ത് കണ്ടിട്ടോ, അതാണ് ഉണ്ടായിരുന്നു ആ A3 എന്ന് പറഞ്ഞത്. അത് കംപ്ലൈന്റ് ആയിട്ട് നമ്മള് ഇപ്പൊ പുതിയ ഷിഫ്റ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് സുഭാഷ് പാർക്കിലായില്ല കേട്ടോ, മഹാരാഷ്ട്ര ഓപ്പോസിറ്റ് മഹാരാജാസിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല. നമ്മളെ ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചിട്ടുണ്ട്, ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല. അവിടെ കോളേജിന്റെ മുമ്പിൽ സമരം നടക്കുന്നുണ്ട്, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റുമോ അറിയില്ല. ഇവിടെ നല്ല മഴക്കാറും ഇതെല്ലാം ആയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ കോളേജിന്റെ മുമ്പിൽ പോലീസ് വണ്ടിയിലുണ്ട്, അവിടെ സമരം നടക്കുന്നതുകൊണ്ട് പ്രശ്നമാകുന്നതുകൊണ്ട് പോലീസെല്ലാം ഉണ്ട്. നോക്കിയാൽ ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല. കയറാൻ പറ്റുമെങ്കിൽ ഉള്ളിലത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കോളേജിന്റെ പുറത്തത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണിച്ചു തരാം മഹാരാജാസിന്റെ. ഓക്കെ, നമ്മളകത്ത് കയറിട്ടോ. അകത്ത് കയറിയിട്ട് ഇവിടെ സമരം നടക്കുന്നുണ്ട്, ഇവിടെ കോളേജ് പ്രശ്നങ്ങളെല്ലാം ആയിട്ട്. കോളേജിന്റെ എൻട്രൻസ് ഇതാ.
നമ്മ മഹാരാജാസിന്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ കയറിയിട്ടാ. ഇവിടെ ആരും ഇല്ല, സമരം അല്ലാതുകൊണ്ട് ആരും ഇല്ല, കോളേജും ഇല്ലല്ലോ ഇപ്പോൾ. മഹാരാജാസിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കോളേജ്. ഇവിടെ മറ്റേ സമരത്തിന്റെ ഇതുണ്ട് കേട്ടാ. കോളേജ് മരങ്ങളായതുകൊണ്ടൊക്കെ മറ്റേ എന്താ പറയേണ്ടത്, അതിന്റെ കറക്റ്റ് കൺസ്ട്രക്ഷൻസ് കാണുന്നുണ്ടാവില്ല. പിന്നെ നമുക്ക് അകത്തെല്ലാം ലോക്കേറ്റ് ആയില്ല, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല കേട്ടാ. ഇവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഫ്രണ്ട്സ് എല്ലാം നാട്ടിൽ പോയി. ഇപ്പൊ ലീവ് ആയത് 2-3 ദിവസം കോളേജ് ലീവ് ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയി. പിന്നെ ഇവിടെ ഞാൻ 1 മാസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ 1 മാസം ഷൂട്ട് മൊത്തം ഇവിടെയായിരുന്നു, മൊത്തം വൈബായിരുന്നു. രാവിലെയൊക്കെ നല്ല വൈബാട്ടാ, രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല വൈബായിരുന്നു. ഉച്ചക്കൊക്കെ ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ട് ഭയങ്കര ഇരുട്ട് കയറിയിട്ടല്ല. പിന്നെ ആ സൈഡിൽ പിരിയങ്കോവണിയൊക്കെ ഉണ്ട്. മഹാരാജ് സ്കൂളിൽ വന്നവർക്കും പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും, പിരിയങ്കോവണി സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഇനിയിപ്പോൾ ഫോട്ടോ വെച്ചിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല. അവിടത്തേക്ക് പോകാൻ ഭയങ്കര മഴയും കാറ്റും ഇതൊക്കെ ആണ്. ബീച്ച് സൈഡിലൊക്കെ ഭയങ്കര വെള്ളം കയറിയിട്ടും എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡിലേക്ക് നമ്മൾ പോകുന്നില്ല. നാളെ പോകാൻ പറ്റുമോ അറിയില്ല, നാളെ നോക്കട്ടെ, അല്ലെങ്കിൽ നാളെ പോവും. നാളെ രാവിലത്തെ നമ്മളെ വെതറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും ബാക്കി നാളത്തെ യാത്ര. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓടിച്ചോടിച്ച് ഇവിടെ എത്തിയിട്ടാ. നമ്മൾ മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് അവിടുന്ന് ഓടിച്ച് നമ്മളെ റൂമിലെത്തി. റൂം നല്ല കുഴപ്പമില്ലാത്ത നല്ല റൂമാട്ടാ. AC സംഭവങ്ങളുണ്ട്, TV ഉണ്ട്, നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാത്റൂം സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ഒരു ഫ്രണ്ട് സ്പോൺസർ ചെയ്തേട്ടാ, നമ്മൾ പൈസ എടുത്തിട്ടൊന്നുമില്ല. നമ്മളെ കൊച്ചിയിൽ വന്നാൽ നമ്മളൊരു ഫ്രണ്ട് സ്പോൺസർ ചെയ്തേട്ടാ. ഓക്കെ, അപ്പൊ എന്താ പറയണ്ട, അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോക്കായിരുന്നു. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫ്രണ്ടിന്റെ പേര് സഫീർ ആബാദ് എന്ന് പറയുന്ന ഫ്രണ്ട് ആട്ടാ. നമ്മുടെ ആഷിഖിന്റെ ഫ്രണ്ട് ഉണ്ട്, അവന്റെ നാട്ടുകാരനെ സെറ്റാക്കി തന്നെ. അവരെ ഇതിന്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. ഷോപ്പിന്റെ എന്താ ബർഗർ ദർബാർ നമ്മുടെ ദർബാർ ഹാളില്ലേ, ദർബാർ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടാ. ഈ ഹോട്ടലിന്റെ പേര് ഗ്രീൻ ലൈഫ് അല്ലേ? ഗ്രീൻ ലൈഫ് എന്ന ഹോട്ടലിന്റെ പേര്. അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മട്ടാഞ്ചേരി ഫോട്ടോച്ചൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ ഇവിടെ റെഡ് അലേർട്ട് കേട്ടോ, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അത് വിഷമമായി തോന്നില്ല, കാരണം പിന്നെ ഞാൻ ഓൾറെഡി കണ്ട സ്ഥലങ്ങളാണ് മൊത്തം. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിലൊരു വിഷമം മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയണ്ടത്, നിങ്ങള് നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടത്തേക്ക് വിടും കേട്ടോ, ആലപ്പുഴയിലേക്ക് വിടും. ആലപ്പുഴയ്ക്ക് ഇവിടെ മഴ ഇല്ലെങ്കിൽ എന്തായാലും വിടും, നേരത്തെ രാവിലെ തന്നെ വിടാനാണ് പ്ലാന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഷെയർ. അപ്പോൾ ഒരു അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.